അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് അതിൽ ഫില്ലിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാറ്റേൺ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതായത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെയ്യുമല്ലോ പെറ്റിക്കോട്ട്, അതിൻ്റെ പാറ്റേൺ മേക്കിങ്ങുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ക്രോക്കി വരച്ചിരുന്നല്ലോ, 8 ഹെഡ് ക്രോക്കി, അതിന് താഴെയായിട്ട് ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, അതായത് ഇതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഇതിൽ കൂടി ഒന്ന് പറയണം തോന്നി. കാരണം ഒരുപാട് പേരുടെ ഡൗട്ടാണ്, നമ്മൾ ഈ ക്രോക്കി വരയ്ക്കുന്നത് പഠിക്കണോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റിങ് പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ്. ഇതുകൊണ്ട് നമുക്ക് യൂസ് ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഒരു ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അവരുടെ ഡിസൈന്, അതായത് നമ്മുടെ കസ്റ്റമറുടെ മൈൻഡിലുള്ള ആ ഒരു ഡിസൈന് നമ്മളൊരു ക്യാൻവാസിലോട്ട് വരച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ക്രോക്കി എങ്ങനെ വരക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അല്ലേ? നമ്മളിപ്പോൾ ക്രോക്കി വരയ്ക്കുന്നത് നമ്മുടെ ഒരു ഇഷ്ടത്തിന് ഏകദേശം ഒരു ലെവലിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൊപ്പോർഷൻ നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ഹാൻഡിനനുസരിച്ചിട്ടാവില്ല ഹെഡ് വരയ്ക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ലെഗിനനുസരിച്ചിട്ടാവില്ല നമ്മുടെ ഹെഡ് വരയ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ക്രോക്കി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കസ്റ്റമറുടെ മൈൻഡിലുള്ള ആ ഒരു ഡിസൈന് നമുക്ക് നമ്മുടെ ക്യാൻവാസിലോട്ട് സ്കെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോക്കീസൊക്കെ വരച്ച് പഠിക്കുന്നത്. നമ്മൾ നോർമൽ ടൈലറിങ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കസ്റ്റമർ തരുന്ന ആ ഒരു ഡിസൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ കൂടുതലായിട്ടും ആളുകൾ ഫാഷൻ ഡിസൈനേഴ്സിനെ സമീപിക്കുന്നത് എന്ന് പറയുമ്പം അവരുടെ മൈൻഡിലൊരു ഡിസൈൻ ഉണ്ടാവും, പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കതൊരു സ്കെച്ചായിട്ട് നമ്മളൊരു ക്യാൻവാസിൽ അവരുടെ ആ ഒരു മൈൻഡിലുള്ള ഡിസൈനിനെ സ്കെച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതലൊരു ഐഡിയ അവർക്ക് കിട്ടും. അങ്ങനെ അവർക്ക് ചൂസ് ചെയ്യാം, ഈ ഡ്രസ്സ് വേണോ അല്ലെങ്കിൽ വേണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ അവർക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കെച്ചസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ പേപ്പർ പാറ്റേൺ മേക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ആവുക. ഒരുപാട് പേര് അതിൽ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 200 എബോ ആൾക്കാരൊക്കെ അതിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ആവുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ പെറ്റിക്കോട്ടാണ്, കിഡ്സിൻ്റെ പെറ്റിക്കോട്ടാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പെറ്റിക്കോട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു കിഡ്സിൻ്റെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്കത് കിഡ്സിൻ്റെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ എടുക്കുന്ന ഫാബ്രിക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിഡ്സിൻ്റെ ഫ്രോക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് നോർമൽ ഒരു പെറ്റിക്കോട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്, അതുപോലെ സിസേഴ്സ് എടുത്തിട്ടുണ്ട്, ടാപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്കെയിലും ഒരു പെൻസിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ
പാറ്റേൺ ചെയ്യുമ്പം നമുക്ക് 3 കളേഴ്സ് ആവശ്യമാണെന്നുള്ളത്, ബ്ലാക്ക്, റെഡ്, ഗ്രീന്. അപ്പോൾ ഇത്രയും കളേഴ്സും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ സ്കെച്ചസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെന്ന് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാറ്റേൺ പേപ്പർ എടുക്കുക. എന്നിട്ട് ഗ്രെയിൻ ലൈൻസ് താഴേക്ക് വെർട്ടിക്കലി വരുന്ന രീതിയിൽ നമ്മൾ പാറ്റേൺ പേപ്പർ വെക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ഫ്രണ്ട് പാർട്ടും കിട്ടണം, അതുപോലെ ബാക്ക് പാർട്ടും കിട്ടണം അല്ലേ. അപ്പോൾ രണ്ടും ഒപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു പീസ് ഫ്രണ്ട് പാർട്ടായിട്ടും എടുക്കാം, ഒരു പീസ് ബാക്ക് പാർട്ടായിട്ടും എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ പാറ്റേൺ പേപ്പർ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു പോർഷന് നമ്മുടെ ബോഡി പാർട്ടിനുള്ള അത്രയും വിഡ്ത്തിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം നമ്മളിത് കംപ്ലീറ്റ്ലി സെൻറ്റർ ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ വിഡ്ത്തിന് അനുസരിച്ചിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെ മാർക്ക് ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ലെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ അങ്ങനെയൊക്കെ ആരുടെയെങ്കിലും മെഷർമെൻറ്റ്സ് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മോളുടെ ലെങ്ത്തിനാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് പോർഷനാണ്. അതായത് ഞാൻ വരച്ച് കാണിച്ചു തരാം. നമ്മളിപ്പം ഇത് പെറ്റിക്കോട്ടാണെന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് ക്ലിയർ ആയിട്ടൊന്നുമില്ല. അപ്പം ഇതല്ലേ നമ്മുടെ പെറ്റിക്കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും പോർഷന് ഈ ഒരു ലെങ്ത്താണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത്. അതാണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ അരഭാഗം എന്നൊക്കെ പറയുമല്ലോ, അത്രയും ഭാഗത്തിൻ്റെ ലെങ്ത്ത് ഫസ്റ്റ് എടുക്കുക. അപ്പോൾ ആ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് എൻ്റേത് ഇവിടെ 9.5 എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പറിൻ്റെ ഒരു 1 ഇഞ്ച് താഴത്തോട്ട് നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് വേണം നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ 9.5 കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പോർഷന് നമ്മൾ എന്തിനാണ് വിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗം നമ്മൾ വിട്ടിട്ടുള്ളത്. ഇനി നമുക്കിവിടെ 9.5 മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത്ത്, അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഷോൾഡറിൽ നിന്ന് നമ്മുടെ അരഭാഗത്തേക്കുള്ള ആ ഒരു ലെങ്ത്താണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ 9.5. അപ്പോൾ ഞാൻ 9.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു പോർഷന് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മൾ ആം ഹോള് എൻഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗമാണ് നമ്മൾ നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ കൈക്കുഴി, ആം ഹോൾ റൗണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പോർഷനാണ് നെക്സ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4 ഓഫ് ചെസ്റ്റ് മൈനസ് ഹാഫ്. ഓക്കെ, അപ്പം ഞാനിവിടെ മെഷർമെൻറ്റ്സ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 20 ആണ്. ചെസ്റ്റ് റൗണ്ട് 22 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് 9.5 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പെറ്റിക്കോട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടത് വേസ്റ്റ് ലെങ്ത്താണ്. വേസ്റ്റ് ലെങ്ത്ത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് 9.5. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ചെസ്റ്റ് ലൈനാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആം ഹോളിൻ്റെ ഈ ഒരു പോർഷന് ഇത്രയും ലെങ്ത്താണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് 1/4 ഓഫ് ചെസ്റ്റ് മൈനസ് ഹാഫ്. അതായത് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ 22/4 മൈനസ് ഹാഫ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് 5 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്യണം. നമ്മൾ ഈ ഒരു 1 ഇഞ്ച് ഇവിടെ മുകളിലോട്ട് വിട്ടിരുന്നല്ലോ, അതിന് താഴെയായിട്ട് നമ്മുടെ ടാപ്പ് വെച്ചതിന് ശേഷം 5 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്യാം.
ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറാണ്. അപ്പോൾ നമ്മുടെ ഷോൾഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന്, ഷോൾഡർ നമ്മൾക്ക് ആർക്കാണോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അവർ നമ്മുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഷോൾഡർ മെഷർമെൻറ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതല്ല അവരില്ല, ഈ ഒരു അളവ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഷോൾഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4 ഓഫ് ചെസ്റ്റ് -1. ഓക്കെ, അപ്പോൾ ഷോൾഡർ നമുക്കിവിടെ 4.5 കിട്ടും. ഓക്കെ, നമ്മൾ 1/4 എന്ന് പറയുമ്പം 22/4 -1. അപ്പോൾ നമുക്കിവിടെ 4.5 കിട്ടും. അപ്പോൾ നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 4.5 ആണ്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് 4.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് റൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് റൗണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ 22 കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളത് 4 ഫോൾഡായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചെസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4 ഓഫ് ചെസ്റ്റ് പ്ലസ് 1.5 ഇഞ്ചാണ്. ഈ 1.5 ഇഞ്ച് നമ്മൾ സമ്മർ ഫ്രോക്ക് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ് എലവൻസ് ആണ് എന്നുള്ളത്. അതായത് നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടല്ല നമ്മൾ ഏത് ഡ്രസ്സും വെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലൂസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു 1.5 ഇഞ്ച് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. നമുക്ക് അല്ലെങ്കിൽ 1/2 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, 1 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 1/4 ഓഫ് ചെസ്റ്റ് പ്ലസ് 1/2 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് റൗണ്ട് 22 ആണ്. 22/4 പ്ലസ് 1.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ. നമ്മൾ ചെസ്റ്റ് ലൈന് പോയിൻ്റ് ചെയ്തിരുന്നല്ലോ. അവിടെ നമ്മൾ ഇവിടുന്ന് ഒരു 5 ഇഞ്ച് താഴത്തോട്ട് പോയിൻ്റ് ചെയ്തിരുന്നു ചെസ്റ്റ് ലൈന്. അവിടുന്ന് നമുക്കൊരു 7 ഇഞ്ച് ചെസ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ലൈന് വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ വരച്ചു. ഇനി നമ്മൾ ഈ ഒരു ഷോൾഡർ പോയിൻ്റ് ചെയ്തെടുത്തിരുന്നല്ലോ 4.5 ഇഞ്ച്. ഈ സെയിം വിഡ്ത്ത് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആം ഹോൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പോയിൻ്റ് ചെയ്ത് അത് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ. ഈ സെയിം 7 ഇഞ്ച് തന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ 9.5 ഇഞ്ച്. ഇവിടെ നിന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഈ 2 ലൈൻസും കൂടി ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബോട്ടം പോർഷൻ ഉണ്ടല്ലോ, അതായത് വേസ്റ്റിൻ്റെ ആ ഒരു താഴ്ഭാഗം നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഒരു ചെരിഞ്ഞ രീതിയിൽ വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആകുമ്പം നമ്മൾ ഈ ഒരു ഒരേ ലെവലിൽ വരച്ച് കഴിഞ്ഞാൽ അത് അത്ര ഷേപ്പായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് വരച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ 1/2 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു പോയിൻറ്റുമായിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാൻ ഷോൾഡറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് നമ്മുടെ കസ്റ്റമർ നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ ഒരു മെഷർമെൻറ്റ്സിനനുസരിച്ചിട്ട്
എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് നെക്ക് വിഡ്ത്ത് is equal to 1/8 of chest. ഓക്കെ, 1/8 ഓഫ് ചെസ്റ്റ്, അതായത് 22/8. 22/8 നമുക്കിവിടെ 2.25 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2.25 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓക്കെ, നമ്മളിവിടെ 2.25 വിഡ്ത്തായിട്ട് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നെക്ക് ഡെപ്ത് ആണ്. അപ്പോൾ നെക്ക് ഡെപ്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കസ്റ്റമർ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നെക്ക് വിഡ്ത്ത് കൊടുത്ത സെയിം തന്നെ നെക്ക് ഡെപ്തിനും കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2.25 തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ 1/2 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ അവിടെ സ്ലോപ്പായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടേക്ക് നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഷോൾഡർ സ്ലോപ്പ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ആം ഹോൾ വരയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് ഇപ്പം നമ്മൾ നെക്കും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളാണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഒരു 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഒരു 1 ഇഞ്ച് മുകളിലേക്ക് ഞാൻ പോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഒരു മിഡ് പോയിൻ്റ് നമുക്ക് കാണണം. അപ്പോൾ ഇത് നമുക്ക് 3.5 ഇഞ്ചാണ് വരുന്നത് അല്ലേ. അപ്പോൾ 3.5 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 1.25 അപ്പോൾ ഞാനിവിടെ 1.25 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 1/2 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ 1/2 പോയിൻ്റ് ചെയ്തെടുത്തല്ലോ, ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ജോയിൻ ആവുന്ന രീതിയിൽ ആം ഹോൾ വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ടുണ്ട്. ഈ ഒരു 4 പോയിന്റും കൂടെ ജോയിൻ ആവുന്ന രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഫ്രണ്ട് ആം ഹോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മൾ ഫ്രണ്ട് ആം ഹോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് പോർഷന് നമ്മൾ ഏകദേശം ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ബാക്ക് പോർഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്കും വ്യത്യാസം വരും, അതുപോലെ ആം ഹോളും വ്യത്യാസം വരും. അപ്പോൾ നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു 1.25 ഇഞ്ച് എടുക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 ഇഞ്ചാണ് ബാക്ക് നെക്ക് ഡെപ്ത് എടുക്കുന്നത്. വിഡ്ത്ത് പിന്നെ സെയിം തന്നെ ആവുമല്ലോ. അപ്പോൾ 1.25 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് ആം ഹോൾ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഇവിടേക്ക് ഒരു 1 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം കറക്റ്റ് 45 വരണം എന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു ഏകദേശം അളവിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിൻ്റ് അതുപോലെ നമ്മളിപ്പോൾ പോയിൻ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിൻ്റ്, അതുപോലെ ഇതിൻ്റെ എൻഡ്, ഈ ഒരു 4 പോയിൻറ്റ്സും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിൽ ബാക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം.
അപ്പോൾ ഓക്കെ, നമ്മൾ ബാക്ക് ആം ഹോളും ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് സീം അലവൻസ് ആണ്. അപ്പോൾ ഞാൻ മുന്നേ നമ്മൾ സമ്മർ ഫ്രോക്ക് ചെയ്ത വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഞാൻ വിത്തൗട്ട് സീം അലവൻസും വിത്ത് സീം അലവൻസും ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിത്തൗട്ട് സീം അലവൻസ് ചെയ്യുന്നില്ല, വിത്ത് സീം അലവൻസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും സീം ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ നെക്കിൽ സീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൽ ഞാൻ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചിലർ 1/4 ഇഞ്ച് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാനിവിടെ 1/2 ഇഞ്ച് വെച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ബാക്ക് നെക്ക് ചെയ്തെടുത്തു. ഓക്കെ, നമ്മളിവിടെ ബാക്ക് നെക്കിന് സീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിനും ഞാൻ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിനും ഞാനിവിടെ 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് പാർട്ടാണല്ലോ ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു സീം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ബാക്ക് ആം ഹോളിൻ്റെ ആ ഒരു സീം കേട്ടോ, അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബാക്ക് ആം ഹോളിൻ്റെ സീം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ 1 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ സീം ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ 1 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു സ്ലോപ്പായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതിന്ന് വേണം നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കുന്നില്ല, ഈ ഒരു പോർഷനാണ്, ഇങ്ങനെയാണ് നമ്മുടെ ബോഡി പാർട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം 1 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി താഴെ നമ്മൾ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ടാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ 1/2 ഇഞ്ച് വെച്ച് സീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ സീം ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ബാക്ക് പാർട്ട് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ സീമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിത് വരച്ച ആ ഒരു സീം അലവൻസിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ഒരു പോർഷനെ ഫ്രണ്ട് പാർട്ടായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ ഈ ഒരു പോർഷനെ നമുക്ക് ബാക്ക് പാർട്ടായിട്ടും യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണ് സെൻറ്ററിലൂടെ. അതിനുശേഷം മാത്രമേ നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും അതുപോലെ ആം ഹോളും കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, നമ്മൾ ബാക്ക് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു പാർട്ട് എടുക്കുക. ഇതിലിനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രണ്ട് നെക്കും അതുപോലെ ഫ്രണ്ട് ആം ഹോളും ഡിഫറെൻ്റ് ആണ് അല്ലേ ബാക്കിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് നെക്കിന് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തിട്ടില്ല നേരത്തെ അല്ലേ. അപ്പോൾ ആ ഒരു സീം അലവൻസ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ സീം അലവൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ആം ഹോളിനാണ്, ഫ്രണ്ട് ആം ഹോളിനാണ്. ബാക്ക് ആം ഹോളിൻ്റെ സീം അലവൻസ് ആണ് ഇത്. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോളിൻ്റെ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനത് ചെയ്യാണ്.
ഓക്കെ, നമ്മൾ ഫ്രണ്ട് ആം ഹോളിൻ്റെ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇത് നമുക്ക് കൈ കൊണ്ട് വരച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ചെറിയൊരു പോർഷനാണല്ലോ. അതുപോലെ നെക്കും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അല്ലേ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ സീം അലവൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തല്ലോ, ആ ഒരു പോർഷനും അതുപോലെ നമ്മൾ ആം ഹോള് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പോർഷനെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടും കിട്ടിയിട്ടുണ്ട്, അതുപോലെ ബാക്ക് പാർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്, സീം അലവൻസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ അല്ലേ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ബാക്കി ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിൽ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈൻസും കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ബാക്കിയൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 3 കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് റെഡ് ഞാൻ ചൂസ് ചെയ്യാണ്. റെഡ് കളർ എടുത്തിട്ട് നമ്മൾ കട്ടിങ് വരുന്ന ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് പോർഷൻ്റെ ചെയ്യാം അല്ലേ, കാരണം ഇതിലാണല്ലോ സീം അലവൻസിൻ്റെ നമുക്ക് ആ ഒരു ലൈൻസൊക്കെ കാണുന്നത്. അപ്പോൾ അതും കൊണ്ട് ഫ്രണ്ട് പോർഷനിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ കട്ടിങ് ലൈന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് റെഡ് കളർ വെച്ചിട്ട്. ഈ ഒരു കട്ടിങ് ലൈൻസ് നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ നോർമലി എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നാറുള്ളത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിങ് ലൈൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ലൈൻസ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ് അല്ലേ. അപ്പോൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ സ്റ്റിച്ചിങ് ലൈൻസും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സിമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോൾഡിംഗ് ആണ് വരുന്നത് അല്ലേ, കാരണം നമ്മൾ ഇത് ഫ്രണ്ട് പാർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സെയിം പോർഷൻ തന്നെ ഇവിടെയും വരണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫോൾഡിങ് വന്നാലേ അങ്ങനെ ഒരു പോർഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഫോൾഡിംഗ് സിമ്പിൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഫോൾഡിംഗ് സിമ്പിൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഫോൾഡിംഗ് സിമ്പിൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഗ്രെയിൻ ലൈനാണ്. അപ്പോൾ ഗ്രെയിൻ ലൈന് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ഗ്രെയിൻ ലൈന് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഗാർമെൻറ്റ് ഏതാണെന്നുള്ളത് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പെറ്റിക്കോട്ടാണ്. അപ്പോൾ ഞാൻ പെറ്റിക്കോട്ടിന് എഴുതുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് പാർട്ടാണോ ബാക്ക് പാർട്ടാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് അല്ലേ. അപ്പോൾ ഫ്രണ്ട് പാർട്ട് എന്ന് ഞാൻ കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കട്ട് നമ്പർ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ കട്ട് നമ്പർ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഞാൻ അതൊന്ന് പറയാം. നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് എത്ര പീസസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നുള്ളതാണ് കട്ട് നമ്പർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് നമുക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി അല്ലേ, കാരണം നമുക്ക് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണല്ലോ വരേണ്ടത്. അപ്പോൾ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വിത്ത് സീം അലവൻസ് ആണോ വിത്തൗട്ട് സീം അലവൻസ് ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് നമ്മളത് വിത്ത് സീം അലവൻസ് ആണ്. അപ്പോൾ ഞാൻ വിത്ത് സീം അലവൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സ്റ്റൈൽ നമ്പർ കൊടുക്കണം. സ്റ്റൈൽ നമ്പർ എന്തിനാന്നൊക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ വലിയ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ഒരുപാട് ഗാർമെൻറ്റ്സ് ചെയ്യാനുണ്ടാകും. അപ്പോൾ അതിനൊക്കെ നമ്മൾ സ്റ്റൈൽ നമ്പർ കൊടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ കളർ എടുത്തതിന് ശേഷം ഇതൊരു ബോക്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേയുള്ള വീഡിയോയിൽ ഈ 3 കളേഴ്സ് നമ്മൾ മസ്റ്റായിട്ടും പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൽ. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ കട്ടിങ് ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. റെഡ് കളർ വെച്ചിട്ട് നമ്മൾ കട്ടിങ് ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫോൾഡിങ് വരുന്ന പോർഷനിൽ നമ്മൾ കട്ടിങ് ലൈന് ചെയ്ത് കൊടുക്കേണ്ടതില്ല കേട്ടോ. കാരണം നമ്മളൊക്കെ അവിടെ കട്ടിങ് വരുന്നില്ലല്ലോ, ഫോൾഡിങ് ആണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ ഫോൾഡിങ്ങിൻ്റെ സിമ്പിൾ നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോൾഡിങ് വരുന്ന പോർഷനിൽ നമ്മൾ കട്ടിങ് ലൈൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ കട്ടിങ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് സ്റ്റിച്ചിങ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഓൾറെഡി അത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ബാക്ക് പാർട്ടിൽ നമുക്കത് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കൊടുത്ത സെയിം മെഷർമെൻറ്റിൽ സ്റ്റിച്ചിങ് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ താഴെ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ 1 ഇഞ്ച് വെച്ചിട്ടാണ് സൈഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആം ഹോൾ ഏരിയ നമ്മൾ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഷോൾഡറും തന്നെ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നെക്കേരിയും നമ്മൾ 1/2 ഇഞ്ച് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ ബ്ലാക്ക് കളർ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ പെൻസിൽ വെച്ചിട്ട് ഒന്ന് വരയ്ക്കുന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഡോട്ടഡ് ലൈൻസ് വരച്ചാൽ മതി കേട്ടോ, സ്ട്രൈറ്റ് ആയിട്ട് ഒറ്റ ലൈന് വരയ്ക്കണ്ട. നമ്മൾ നോർമലി സ്റ്റിച്ചിങ് ലൈൻ എന്ന് പറയുന്നത് ഡോട്ടഡ് ലൈൻസ് ആണ്. അപ്പം നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ സ്റ്റിച്ചിങ് ലൈന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ചെയ്തതുപോലെ തന്നെ ഫോൾഡിങ് ലൈന്, ഫോൾഡിങ് സിമ്പിൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഗ്രെയിൻ ലൈന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം അല്ലേ. ഫസ്റ്റ് ഏതാ ഗാർമെൻറ്റ് എന്നുള്ളത് എഴുതി കൊടുക്കുന്നുണ്ട്, പെറ്റിക്കോട്ട്. പിന്നെ ഏത് പാർട്ടാണ് എന്നുള്ളത് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് ബാക്ക് പാർട്ടാണ്, ബാക്ക് പാർട്ട്. പിന്നെ കട്ട് നമ്പർ എത്രയാണെന്നുള്ളത് എഴുതി കൊടുക്കുന്നുണ്ട്. കട്ട് നമ്പർ 1 ആണ്, വിത്ത് സീം അലവൻസ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റൈൽ നമ്പർ. സ്റ്റൈൽ നമ്പർ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ, അതായത് ഈ ഒരു പെറ്റിക്കോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർമെൻറ്റിൽ എത്ര പാറ്റേൺസ് ഉണ്ടോ അത്രയും പാറ്റേൺസിൽ നമ്മൾ സെയിം സ്റ്റൈൽ നമ്പർ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രീൻ ബോക്സിൽ ആക്കാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് പാർട്ട് ആൻഡ് ബാക്ക് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷനും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ സ്കേർട്ട് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പാറ്റേൺ പേപ്പർ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നിവർത്തി വെക്കുന്നുണ്ട്. സ്കേർട്ട് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്കേർട്ട് പാർട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത്ര വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നുമില്ല. സ്കേർട്ട് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ലെങ്ത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു ലെങ്ത്ത് കണ്ടുപിടിക്കാൻ, അതായത് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ
നമ്മൾ ഈ ഒരു ഫുൾ ലെങ്ത്ത് മൈനസ് ഈ ഒരു ലെങ്ത്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കിട്ടും. അതായത് ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചസ് ആണ്. 20 ഇഞ്ചസ് മൈനസ് നമ്മൾ ഈ ഒരു വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് 9.5 ആണ്. അപ്പോൾ 9.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10.5 ആണ് നമ്മുടെ സ്കേർട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 10.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പാറ്റേൺ പേപ്പറിൻ്റെ കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 10.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പോർഷന് നമ്മളവിടെ വിട്ടിട്ടുണ്ട്. ഇനി 10.5 മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഇതാണല്ലോ താഴ്ഭാഗം വരുന്നത്, ബോട്ടം പോർഷന് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് നമുക്ക് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ താഴ്ഭാഗം മടക്കി അടിക്കാറുണ്ടല്ലോ ഏത് ഡ്രസ്സിൻ്റെ ആണെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 1.5 നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി 1 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ 1.5 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് വിഡ്ത്താണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഭാഗം, ഈ ഒരു വിഡ്ത്താണ് നമ്മളിവിടെ എത്രയാണെന്നുള്ളത് ഫസ്റ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ ഡബിളാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടിയിരുന്നത് 7 ഇഞ്ചാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എടുത്ത മെഷർമെൻറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 7 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ഇഞ്ച്. കാരണം നമുക്ക് അവിടെ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 7 ഇഞ്ചിൻ്റെ ഡബിൾ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, 14 ഇഞ്ച് ഞാനിവിടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, 14 ഇഞ്ച് വരച്ചിട്ടുണ്ട്. ഇനി താഴത്തോട്ട് നമ്മൾ ഇവിടെ എത്രയാണോ മെഷർമെൻറ്റ് എടുത്തത്, 10.5 ഇഞ്ചാണല്ലോ നമ്മളിവിടെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിം 10.5 ഇഞ്ച് തന്നെ നമുക്കിവിടെ എടുക്കാം. ഓക്കെ, 10.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഫോൾഡ് ചെയ്യാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് കൂടി നമ്മളിവിടെ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നമുക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഈ ലൈൻസ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ വരുന്നത് അല്ലേ. ഈ ഒരു സ്കേർട്ട് പോർഷന് നമ്മൾ ബാക്ക് പാർട്ട് വേറെ ഫ്രണ്ട് പാർട്ട് വേറെ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഇത് എല്ലാം സെയിം ആണ്. ബാക്കിലായാലും ഫ്രണ്ടിലായാലും സെയിം മെഷർമെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാത്തത്. നമ്മൾ ബോഡി പാർട്ടിൽ ഫോൾഡ് ചെയ്തെടുത്തത് എന്തുകൊണ്ടാണ്, നമ്മൾ നെക്കിലും അതുപോലെ ആം ഹോളിലും ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബോഡി പാർട്ടിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സീം എലവൻസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ സീം എലവൻസ് ഞാൻ മുകളിൽ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ സീം അലവൻസ് മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഞാൻ 1 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്ത് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കട്ടിങ് ലൈൻസും സ്റ്റിച്ചിങ് ലൈൻസും ഒക്കെ മാർക്ക് ചെയ്യാം. സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ സ്കേർട്ട് പോർഷൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കട്ടിങ് ലൈൻസും സ്റ്റിച്ചിങ് ലൈൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കട്ടിങ് ലൈൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡ് കളർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഫോൾഡിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കട്ടിങ് ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഇവിടെ നമ്മൾ ഫോൾഡിങ് ആണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള 3 പോർഷൻസിൽ നമുക്ക് കട്ടിങ് ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കട്ടിങ് ലൈൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷന് നമ്മൾ ഫോൾഡിങ് വരുന്നതുകൊണ്ട് കട്ടിങ് ലൈൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് സ്റ്റിച്ചിങ് ലൈൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിങ് ലൈൻസ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈൻസ് പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ സ്റ്റിച്ചിങ് ലൈൻസും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഫോൾഡിങ് സിമ്പിൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫോൾഡിങ് സിമ്പിൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്ട്രെയിറ്റ് ഗ്രെയിൻ ലൈനാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഗ്രെയിൻ ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഏത് ഗാർമെൻ്റ് ആണ് എന്നുള്ളത് എഴുതണം. അപ്പോൾ ഞാൻ പെറ്റിക്കോട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഏത് പാർട്ടാണ് എന്നുള്ളത് എഴുതണം. ഇത് സ്കേർട്ട് പാർട്ടാണ് അല്ലേ. അപ്പോൾ സ്കേർട്ട് പാർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കട്ട് നമ്പർ എത്ര വേണം എന്നുള്ളതുണ്ട്. അപ്പോൾ കട്ട് നമ്പർ നമുക്കിവിടെ 2 ആണ് വരുന്നത് അല്ലേ. നമുക്ക് ഫ്രണ്ട് പോർഷനിലോട്ടും വേണം, അതുപോലെ ബാക്ക് പോർഷനിലോട്ടും വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് നമ്പർ 2 ആണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 2 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിത്ത് സീം അലവൻസ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. സീം അലവൻസ് ആഡ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് സീം അലവൻസ് എന്ന് കൊടുക്കണം. ഓക്കെ, പിന്നെ സ്റ്റൈൽ നമ്പർ നമ്മൾ ബോഡി പാർട്ടിൽ കൊടുത്ത സെയിം സ്റ്റൈൽ നമ്പർ തന്നെ നമ്മൾ ഇതിലും കൊടുക്കണം. അപ്പോൾ സ്റ്റൈൽ നമ്പർ ഞാൻ കൊടുത്തു. ഇനി നമുക്കിത് ഗ്രീൻ ബോക്സിലാക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ പെറ്റിക്കോട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പാറ്റേൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കേർട്ട് പാർട്ടാണ്, ഇത് ബാക്ക് പാർട്ട്, ഇത് ഫ്രണ്ട് പാർട്ട്. ഇങ്ങനെയാണ് നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പാറ്റേൺ കിട്ടുന്നത്. ഇത് ബാക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ട്, ഇത് സ്കേർട്ട് പാർട്ട്. അപ്പോൾ ഇത് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളും ഇത് ചെയ്ത് നോക്കണം. ഇനി നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പെറ്റിക്കോട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ പേപ്പർ പാറ്റേൺ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ഒരു ടൈമിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം.
ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഫാബ്രിക് കട്ട് ചെയ്ത് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോക്ക് അനുസരിച്ചിട്ടുള്ള ലൈക്സ് നമ്മുടെ വ്യൂസിനനുസരിച്ചിട്ടുള്ള ലൈക്സ് നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അത് ഇനി നെഗറ്റീവ് ആയി കഴിഞ്ഞാലും പോസിറ്റീവ് ആയി കഴിഞ്ഞാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോരോ കമൻറ്റ്സ് കാണുമ്പോഴാണ് നമുക്ക് വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.